അപ്പം നമ്മൾ കുറച്ച് മുന്നേ ഫോറിയർ സീരീസും ഫോറിയർ കോഎഫിഷ്യൻസും നമ്മൾ പഠിച്ചു. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോംപ്ലക്സ് ഫോം ഓഫ് എ ഫോറിയർ സീരീസ്. അപ്പം നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ആ തുടക്കത്തിൽ പറയുന്നത്. ഓക്കെ, എഫ് ഓഫ് എക്സിൻ്റെ ഫോറിയർ സീരീസാണ്. അതാണ് ഇക്വേഷൻ 1. അവിടെ എ എന്നും ഈ ഇക്വേഷൻ 1, അതേപോലെ എ എന്നും ബി എന്നും ആണിത്. ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇനി നമ്മൾ കുറച്ച് എന്താണ് ഇപ്പോൾ ഇവിടെ കോംപ്ലക്സ് ഫോം എന്നാണ് പറഞ്ഞത്. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോം എന്താ? ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. പിന്നെ ഒരു റിയൽ പാർട്ടും ഉണ്ട്, ഇമാജിനറി പാർട്ടുണ്ട്. റിയൽ പാർട്ടാണിത്, എക്സ് ആണ് റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ടാണ് വൈ. ഓക്കെ, ഐയുടെ വാല്യൂസ് √-1 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇനി സൈൻ ഇൻ എക്സിനും കോസ് ഇൻ എക്സിനും കോംപ്ലക്സ് എക്സ്പോണൻഷ്യലുള്ള ഫോമുലാസാണിത്. ഇത് കാണാതെ അറിഞ്ഞിരിക്കണം. സൈൻ ഇൻ എക്സ് ഇസ് ഈക്വൽ ടു e⁻⁻⁰ മൈനസ് e⁻⁻⁰ ആൻഡ് കോസ് ഇൻ എക്സ് ഇസ് ഈക്വൽ ടു e⁻⁻⁰ പ്ലസ് e⁻⁻⁰ ആണല്ലോ. ഇനി നമ്മൾ എന്താണ് സൈൻ ഇൻ എക്സ് നമ്മൾ എന്താണ് ഈ ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പീരിയോഡിക് ഫംഗ്ഷൻ്റെ കോംപ്ലക്സ് ഫോറിയർ സീരീസ് ഇതാണ് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. ഇക്വേഷൻ 2 ആണ് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു c0 പ്ലസ് c1 e⁻⁻ix പ്ലസ് c-1 e⁻⁻ix പ്ലസ് c2 e⁻²ix പ്ലസ് c-2 e⁻²ix പ്ലസ് എക്സെട്ര. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്താണ് ഒരു ഫോറിയർ സീരീസിൻ്റെ കോംപ്ലക്സ് ഫോമിൻ്റെ ഫോമുല. ഇതാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ കോംപ്ലക്സ് ഫോറിയർ സീരീസിൻ്റെ ഫോമുലയാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് ചുരുക്കി സമ്മേഷൻ ഉപയോഗിച്ചിട്ട് എഴുതുന്നതാണ്. കാരണം ഇവിടെ സഫിക്സ് നോക്കുവാണെങ്കിൽ c0 ഉണ്ട്, c1 ഉണ്ട്, c-1 ഉണ്ട്, c2 ഉണ്ട്, c-2 ഉണ്ട്. അതായത് നെഗറ്റീവ് ഇൻഡെക്സും ഉണ്ട്, പോസിറ്റീവ് ഇൻഡെക്സും ഉണ്ട്, 0 ഉണ്ട്. അതുകൊണ്ടാണ് മൊത്തത്തിൽ എന്നിൻ്റെ വേരിയേഷൻ -∞ ടു +∞ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. അതായത് സമ്മേഷൻ n ഫ്രം -∞ ടു +∞ cn e⁻⁻⁰ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? cn കണ്ടുപിടിക്കണം. തൊട്ട് മുന്നേ ഉള്ള അതേ മെത്തേഡ് തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം e⁻⁻ ആവറേജ് വാല്യൂ ഓൺ -π എന്താ 0 ആണ്. അതായത് 1/2π -π e⁻⁻ix dx എന്താ 0 ആണല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ c0 കണ്ടുപിടിക്കാൻ പോവാം. c0 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇക്വേഷൻ 2 ഓരോ ടേമിൻ്റെയും എന്ത് കണ്ടുപിടിക്കും? ആവറേജ് വാല്യൂ കണ്ടുപിടിക്കും ഓവർ -π. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താവും? എഫ് ഓഫ് എക്സ് എന്താവും? 1/2π -π എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു അടുത്ത ടൈം c0 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് പുറത്തെടുക്കുമ്പോൾ ഫംഗ്ഷൻ അവിടെ 1 മാത്രമേ ഉള്ളൂ. സോ c0 × 1/2π -π 1 dx പ്ലസ് c1 × 1/2π -π e⁻ix dx പ്ലസ് c-1 × 1/2π -π e⁻ix dx പ്ലസ് എക്സെട്ര അങ്ങനെ വരും. അല്ലേ? ഒന്നുമില്ല. ഈ ഇക്വേഷൻ 2 ഓരോ ടീമിൻ്റെയും ആവറേജ് വാല്യൂ ഞാൻ എടുത്തതേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് 0 എക്സെപ്റ്റ് c0. നമുക്കറിയാം e⁻⁻⁰ ആവറേജ് വാല്യൂ എന്താ 0 ആണ്. അതായത് 1/2π -π e⁻⁻⁰ dx ഇത് 0 ആണ്. ഇവിടെ k എന്താവാം? 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, അല്ലെങ്കിൽ -1 ആവാം, -2 ആവാം. അതായത് 1 ആവുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ k 1 ആവുമ്പോൾ എന്ത് കിട്ടും? 1/2π k 1 ആവുമ്പോൾ എന്ത് കിട്ടും? 1/2π -π എന്ത് വരും? k 1 ആവുമ്പോൾ e⁻ix dx അതെന്ത് തന്നെ 0 ആവും. ഇനി k -1 ആകുമ്പോഴോ e⁻ix dx അതും എന്ത് തന്നെ 0 ആണ്. ഇനി 2 ആവുമ്പോഴോ k 2 ആവുമ്പോഴോ e⁻2ix dx അതും 0 ആണ്. -2 ആകുമ്പോഴോ e⁻2ix dx അതും എന്താ 0 ആണ്. മനസ്സിലായോ? അപ്പോൾ ആര് മാത്രമേ നിലനിൽക്കത്തുള്ളൂ ഇവിടെ? ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ ഒരു c0ൻ്റെ ടൈം മാത്രം നിൽക്കും, ബാക്കി എല്ലാ ടൈമും 0 ആയിപ്പോവും. സോ നമുക്ക് കിട്ടും 1/2π -π എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു c0 × 1/2π -π dx പ്ലസ് 0 എന്ന് പറഞ്ഞ് കിട്ടും. സോ c0 × 1/2π ടു (1 dx എന്താ? എക്സ് ആണ്. ദറ്റ് ഈസ് 1/2π × എക്സ് ലിമിറ്റ് ഫ്രം -π to π. സോ c0 × 1/π × അപ്പർ ലിമിറ്റ് 5 മൈനസ് ലോവർ ലിമിറ്റ് ദറ്റ് ഈസ് 5 - -π ആണല്ലോ. 5 - -π. അപ്പോൾ നമുക്ക് കിട്ടും c0 × 1/2π × 5 - -π എന്താ? 2π. ദറ്റ് ഈസ് 1/2π × 2π എന്ന് പറഞ്ഞ് കിട്ടും. 2πയും 2πയും ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? c0 എന്ന് പറഞ്ഞ് കിട്ടും. സോ c0 എന്ത് കിട്ടും നമുക്ക്?
1/2 pi into integral minus pi to pi f of x into 1/2 pi into integral minus pi to pi f of x dx എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിപ്പോൾ C0 കിട്ടി. ഇനി നമുക്ക് എന്ത് കിട്ടാം? ഇപ്പോൾ C0 മാത്രമേ കിട്ടുള്ളൂ. ഇതേപോലെ C1 കണ്ടുപിടിക്കാം, C2 കണ്ടുപിടിക്കാം. അപ്പോൾ ജനറലി CN കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ CN കണ്ടുപിടിക്കാനായിട്ട് ഈ ഇക്വേഷൻ 2ൽ ഓരോ ടേമിനെയും -inx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. -inx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ആവറേജ് വാല്യൂ എടുക്കണം. അപ്പോൾ ഓരോ ടേമിനെയും -inx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? -inx into f of x is equal to ഇവിടെ ഓരോ ടേമിനെയും -inx ആണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -inx into f of x is equal to C0 into -inx plus C1 into ix into -inx plus -1 into -ix into -inx plus C2 into -2ix into -nix അല്ലെങ്കിൽ inx പ്ലസ് എക്സെട്ര അങ്ങനെ വരും. എന്നിട്ട് ആവറേജ് വാല്യൂ എടുക്കണം. ആവറേജ് വാല്യൂ എടുക്കുകയെന്ന് വെച്ചാൽ 1/2 pi into integral minus pi to 5 ഫംഗ്ഷൻ dx. അപ്പം 1/2 pi into integral minus pi to 5 f of x into -inx dx is equal to C0 into 1/2 pi into integral minus pi to pi -inx dx plus എക്സെട്ര അല്ല, അടുത്ത ടൈം പുറത്തോട്ട് എഴുതിയിട്ടുണ്ട്, പ്ലസ് C1 into 1/2 pi into integral minus pi to pi -inx into ix dx plus C-1 into 1/2 pi into integral minus pi to pi inx into ix dx plus എക്സെട്ര അങ്ങനെ വരും. മനസ്സിലായോ? അതായത് നമുക്കെങ്ങനെ വരും? നമുക്കറിയാം a raised to m into a raised to n എന്താ? a raised to m into a raised to n എന്താ? a raised to m plus n അല്ലേ? ആ റൂൾ ഇനി അടുത്തതായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ദറ്റ് ഈസ് 1/2 pi into integral minus pi to pi f of x into -inx dx is equal to C0 into 1/2 pi into integral minus pi to pi -inx dx. ഇനി സെക്കൻഡ് ടൈം C1 നോക്കിയേ, എന്നിട്ട് ഇവിടെ നോക്കിയേ മക്കളെ, 1/2 pi into -inx into ix. ബേസ് ഇ ആണ് അല്ലേ? അപ്പം നമുക്ക് പവർ ആഡ് ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? -inx പ്ലസ് ix എന്ന് പറഞ്ഞ് വരും. ഇവിടെ രണ്ടിനകത്തും ix കോമൺ ആയതുകൊണ്ട് അത് പുറത്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ix ഇൻറ്റു എന്ത് കിട്ടും? 1 മൈനസ് n എന്ന് പറഞ്ഞ് വരും. ഇവിടെ ഇവിടെ എക്സ് കിട്ടുന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല, എല്ലാം പ്രോഡക്റ്റ് ചെയ്യുന്നതനുസരിച്ച് ix ഇൻറ്റു 1 മൈനസ് n എന്ന് പറഞ്ഞ് വരും. അതേപോലെ അടുത്തതിനകത്തും അങ്ങനെ പവർ എടുത്തു. അങ്ങനെ എടുക്കുമ്പോഴത്തേക്കിനും അടുത്തതിനകത്ത് എന്താ? -inx ഇൻറ്റു ix. രണ്ടിനകത്തും -ix കോമൺ ആണ്. അപ്പോൾ -ix ഇൻറ്റു എന്ത് കിട്ടും? n+1 എന്ന് പറഞ്ഞ് വരും അടുത്ത ടൈം. മനസ്സിലായോ? അങ്ങനെ എന്നാമത്തെ ടൈം ഇങ്ങനെ വരും? Cn ഇൻറ്റു 1/2 pi ഇൻറ്റു integral minus pi to pi inx ഓൾറെഡി ഉണ്ടായിരുന്നു ഇൻറ്റു -inx dx പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ് വരും. ഓക്കെ ആണല്ലോ? തൊട്ട് മുകളിൽ എന്നാമത്തെ ടൈം എഴുതിയില്ല, ഇവിടെ എഴുതി തന്നെ ഉള്ളൂ. അപ്പം നോക്കിയേ, നമുക്കറിയാവുന്ന കാര്യമാണ് 1/2 pi ഇൻറ്റു ഇൻറ്റഗ്രൽ മൈനസ് പൈ ടു 5 എന്താ? ikx dx എന്താ? ikx dx എന്താ? 0 ആണ് അല്ലേ? അപ്പോൾ ഈ കെയുടെ സ്ഥാനത്ത് എന്ത് വന്നാലും അതെന്താവും? 0 ആവും. ഇപ്പോൾ ഇവിടെ കെയുടെ സ്ഥാനത്ത് ഇവിടെ കെയുടെ സ്ഥാനത്ത് എന്താ? n ആണ് വന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ടൈം എന്താ? ഈ ഫസ്റ്റ് ടൈമിലേ ഇവിടെ കെയുടെ സ്ഥാനത്ത് n ആണ്, അത് 0 ആയി പോകും. ഇവിടെ കെയുടെ സ്ഥാനത്ത് ഈ സെക്കൻഡ് ടൈമിൽ കെയുടെ സ്ഥാനത്ത് 1 മൈനസ് n, അത് 0 ആയി പോകും. ഇവിടെ n+1 അതും 0 ആയി പോകും. പക്ഷേ ഇവിടെ എന്നാമത്തെ ടൈം വരുമ്പോൾ Cn ഇൻറ്റു 1/2 pi ഇൻറ്റു ഇൻറ്റഗ്രൽ മൈനസ് പൈ ടു പൈ inx ഇൻറ്റു inx dx ആണ് ഇല്ലേ? നമുക്കറിയാം a raised to m ഇൻറ്റു a raised to minus m എന്താ? a raised to m minus m that is a raised to 0. a raised to 0 എന്താ? 1 അല്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു ടൈം എന്ത് കിട്ടും? 1 എന്ന് പറഞ്ഞ് കിട്ടും. അതായത് നമുക്ക് കിട്ടും ആ ഒരു ടൈം മാത്രം നിൽക്കും, ബാക്കി എല്ലാം എന്ത് ചെയ്യും? 0 ആയി പോകും. അതായത് നമുക്കത് ഇങ്ങനെ എല്ലാം വരും. ഇവിടം വരെ ഞാൻ പറഞ്ഞു, എല്ലാം ഇവിടം വരെ ഞാൻ പറഞ്ഞു. ക്ലിയർ ആയോ?
ഇത്രയും വരെ ക്ലിയർ ആയോ? ഇനി ഇതിൽ ആരൊക്കെ 0 ആവും? അതും പറഞ്ഞു. ആരൊക്കെ 0 ആവും? ഇയാൾ 0 ആയി പോവും, ഇയാൾ 0 ആയി പോവും, ഇയാൾ 0 ആവും. ഇവിടെ മുതലുള്ള എല്ലാ ടൈമും 0 ആവും, ഇതും 0 ആവും. പക്ഷേ ഇത് മാത്രം 0 ആവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടും 1/2 പൈ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ബൈ 2 പൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ എൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു സി എൻ ഇൻറ്റു 1/2 പൈ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ബൈ 2 പൈ 1 ഡി എക്സ് ആണല്ലോ. ദാറ്റ് ഈസ് സി എൻ ഇൻറ്റു 1/2 പൈ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ബൈ 2 പൈ 1 ഡി എക്സ്. ഇൻ്റഗ്രൽ 1 ഡി എക്സ് എന്താ? എക്സ് ആണ്. ദാറ്റ് ഈസ് സി എൻ ഇൻറ്റു 1/2 പൈ ഇൻറ്റു എക്സ് ലിമിറ്റ് ഫ്രം മൈനസ് ബൈ 2 പൈ ആണല്ലോ. ദാറ്റ് ഈസ് 5 മൈനസ് മൈനസ് 5, അത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സി എൻ ഇൻറ്റു 1/2 പൈ ഇൻറ്റു 5 മൈനസ് മൈനസ് പൈ, ദാറ്റ് ഈസ് എന്ത് കിട്ടും? 5 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് അല്ലേ? അതിൻ്റെ ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, അപ്പം 5 പ്ലസ് 5 2 പൈ. ദാറ്റ് ഈസ് സി എൻ ഇൻറ്റു 1/2 പൈ ഇൻറ്റു 2 പൈ എന്ത് കിട്ടും? നമുക്ക് സി എൻ എന്ന് പറഞ്ഞ് കിട്ടും ആണല്ലോ. അതായത് സി എൻ ഇസ് ഈക്വൽ ടു 1/2 പൈ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ബൈ 2 പൈ എഫ് ഓഫ് എക്സിന് ഇ റൈസ് ടു മൈനസ് ഐ എൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ് കിട്ടും. അതായത് n 0 എടുക്കുമ്പോൾ ഇതിൽ n 0 കൊടുക്കുമ്പോൾ സി നോട്ട് കിട്ടും, n 1 കൊടുക്കുമ്പോൾ സി 1 കിട്ടും, എന്നിന് -1 കൊടുക്കുമ്പോൾ സി -1 കിട്ടും, എന്നിന് 2 കൊടുക്കുമ്പോൾ സി 2 കിട്ടും, എന്നിന് -2 കൊടുക്കുമ്പോൾ സി -2 കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഫോറിയർ കോംപ്ലക്സ് സീരീസിൻ്റെ ഫോമുല എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി നോട്ട് പ്ലസ് സി 1 ഇ റൈസ് ടു ഐ എക്സ് പ്ലസ് സി -1 ഇ റൈസ് ടു മൈനസ് ഐ എക്സ് പ്ലസ് സി 2 ഇ റൈസ് ടു 2 ഐ എക്സ് പ്ലസ് സി -2 ഇ റൈസ് ടു -2 ഐ എക്സ് പ്ലസ് എക്സെട്ര. കാണാതറിഞ്ഞിരിക്കണം. എന്നിട്ട് സി എന്നിൻ്റെ ഫോമുല എങ്ങനെയാണ്? കോയിഫിഷ്യൻസ് ആയിട്ടുള്ള സി എന്നിൻ്റെ ഫോമുല എങ്ങനെയാണ്? സി എൻ ഇസ് ഈക്വൽ ടു 1/2 പൈ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ബൈ 2 പൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ എൻ എക്സ് ഡി എക്സ്. മനസ്സിലായോ? ഇനി അത് വെച്ചിട്ട് ചെയ്യാനുള്ളൊരു പ്രോബ്ലമാണ്. വെരി ഈസിയാണ്, വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്താണെന്ന് പറയുന്നുണ്ട്. മൈനസ് പൈ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0യിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണ്. 0 ടു പൈയിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1 ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ്പാൻഡ് എഫ് ഓഫ് എക്സ് എ കോംപ്ലക്സ് ഫോറിയർ സീരീസ്. ഒരു കോംപ്ലക്സ് ഫോറിയർ സീരീസ് ആയിട്ട് എഫ് ഓഫ് എക്സിനെ എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോംപ്ലക്സ് ഫോറിയർ സീരീസിൻ്റെ എക്സ്പാൻഷൻ അങ്ങോട്ട് എടുത്തിട്ട് എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി നോട്ട് പ്ലസ് സി 1 ഇ റൈസ് ടു ഐ എക്സ് പ്ലസ് സി -1 ഇ റൈസ് ടു മൈനസ് ഐ എക്സ് പ്ലസ് സി 2 ഇ റൈസ് ടു 2 ഐ എക്സ് പ്ലസ് സി -2 ഇ റൈസ് ടു -2 ഐ എക്സ് പ്ലസ് എക്സെട്ര. അവിടെ സി എൻ എന്താ? 1/2 പൈ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ബൈ 2 പൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ എൻ എക്സ് ഡി എക്സ് ആണല്ലോ. അവിടെ എന്നിന് 0 കൊടുക്കുമ്പോൾ സി നോട്ട് കിട്ടും. അതായത് സി നോട്ട് ഇസ് ഈക്വൽ ടു 1/2 പൈ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ബൈ 2 പൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു എന്നിന് എന്ത് കൊടുക്കണം മക്കളെ? 0 കൊടുക്കണം. എന്നിന് 0 കൊടുക്കണം. എന്നിന് 0 കൊടുക്കുമ്പോൾ 1/2 പൈ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ബൈ 2 പൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ ഇൻറ്റു 0 ഇൻറ്റു എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ് കൊടുക്കും. അതായത് ഇ റൈസ് ടു 0 എന്നും പറഞ്ഞ് വരും അല്ലേ? അപ്പോൾ അവർ 0 ആവത്തില്ലേ? മൈനസ് ഐ ഇൻറ്റു 0 ഇൻറ്റു എക്സ് എന്താ? 0. അതായത് 1/2 പൈ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ബൈ 2 പൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു 0 ഡി എക്സ്. ഇ റൈസ് ടു 0 എന്താ? 1. ദാറ്റ് ഈസ് 1/2 പൈ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ബൈ 2 പൈ എഫ് ഓഫ് എക്സ് ഡി എക്സ്. മൈനസ് പൈ ടു 0യിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0, 0 ടു പൈയിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, കാരണം രണ്ടിടത്തും ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. സോ 1/2 പൈ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ബൈ ടു 0 എഫ് ഓഫ് എക്സ് ഡി എക്സ്. അവിടെ എഫ് ഓഫ് എക്സ് എന്താ? 0 പ്ലസ് ഇൻ്റഗ്രൽ 0 ടു പൈയിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താ? 1 ഡി എക്സ്. അപ്പോൾ ഈ ഇൻ്റഗ്രൽ 0 ഡി എക്സ് 0 ആയി പോവും. ഇൻ്റഗ്രൽ 1 ഡി എക്സ് എക്സ് ആണ്. ലിമിറ്റ് കൊടുക്കുക 0 ടു പൈ, അതിൻ്റെ അപ്പർ ലിമിറ്റ് കൊടുക്കുക. പുറത്ത് 1/2 പൈ, ദറ്റ് ഈസ് 1/2 പൈ ഇൻറ്റു അപ്പർ ലിമിറ്റ് പൈ മൈനസ് ലോവർ ലിമിറ്റ് 0, ദറ്റ് ഈസ് 1/2 പൈ ഇൻറ്റു പൈ മൈനസ് 0. പൈ മൈനസ് 0 5 ആണ്. ദറ്റ് ഈസ് 1/2 പൈ ഇൻറ്റു 5. പൈയും പൈയും ക്യാൻസലായി 1/2. മനസ്സിലായോ? ദാറ്റ് ഈസ് ജനറലി സി നോട്ട് കിട്ടി. ഇനി അതേപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സി നോട്ട് കിട്ടി. ഇനി ബാക്കിയുള്ള ആൾക്കാർ കണ്ടുപിടിക്കാൻ നമ്മൾ സി എന്നിനെ നമ്മൾ ഒന്ന് എടുത്ത് നോക്കുവാണ്. സി എൻ എന്താ? ഈ 1/2 പൈ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ബൈ 2 പൈ ഇ റൈസ് ടു മൈനസ് ഐ എൻ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ? ഈ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ രണ്ടിടത്തും 2 ആണല്ലോ. അതായത് -π ടു 0യിൽ എഫ് ഓഫ് എക്സ് 0യും 0 ടു പൈയിൽ 1. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്യണം. കോൺസ്റ്റൻറ്റ് പുറത്തിട്ടു 1/2 പൈ ഇൻറ്റു ഇൻ്റഗ്രൽ -π ടു 0 ഇ റൈസ് ടു മൈനസ് ഐ എൻ എക്സ് ഇൻറ്റു അവിടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇത് 0 ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 ടു പൈ ഇ റൈസ് ടു മൈനസ് ഐ എൻ എക്സ് ഇൻറ്റു അവിടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇൻറ്റു 1 ഡി എക്സ്. അപ്പോൾ ഇവിടെ ഇ റൈസ് ടു മൈനസ് ഐ എൻ എക്സിൻ്റെ 0 ഡി എക്സ് 0 ആണ്. അപ്പോൾ ഈ ടൈം മൊത്തത്തിൽ എന്താവും? 0 ആവും. അപ്പോൾ ആ ഒരു ഇൻ്റഗ്രൽ 0 ആയിപ്പോയി. ഇനി ഇവിടെ പ്ലസ് ഇൻ്റഗ്രൽ 0 ടു പൈ ഇ റൈസ് ടു മൈനസ് ഐ എൻ എക്സ് ഡി എക്സ്.
ദറ്റ് ഈസ് 1/2 പൈ ഇൻറ്റു 0 പ്ലസ് ഇന്റഗ്രൽ 0 to pi e raised to minus I n x dx എന്ന് പറഞ്ഞ് വരും. ദറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു 1/2 പൈ ഇൻറ്റു ഇന്റഗ്രൽ 0 to pi e raised to minus I n x dx എന്ന് പറഞ്ഞ് കിട്ടും. ആണല്ലോ. ഇവിടെ ഈ n 0 ആവാം 0 ആവാതിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇന്റഗ്രൽ 0 to pi e raised to minus I n x 2 പൈ അകത്തെടുത്തിരുന്നേ ഉള്ളൂ. 1/2 പൈ അകത്തോട്ട് എടുത്തന്നേ ഉള്ളൂ. എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ ഇട്ടാലും മതി. മനസ്സിലായോ? ഞാൻ എടുത്തന്നേ ഉള്ളൂ, ഒരു പ്രശ്നവും ഇല്ല. ഇന്റഗ്രൽ 0 to pi e raised to minus I n x by 2 pi dx if n not equal to 0 and n equal to 0 ആകുമ്പോൾ ഇതിന് 0 കൊടുക്കണം. ദറ്റ് ഈസ് ഇന്റഗ്രൽ 0 to pi e raised to I, ഇവിടെ മൈനസ് ഉണ്ടേ മക്കളെ, മൈനസ് ഉണ്ട് ഇവിടെ, e raised to minus I into 0x by 2 pi dx if n equal to 0 ആണല്ലോ. അപ്പം 1/2 പൈ ഇൻറ്റു ഇന്റഗ്രൽ 0 to pi e raised to minus I n x dx if n not equal to 0. അപ്പോൾ ഇവിടെ ഒരു 0 വന്നതുകൊണ്ട് e raised to I minus I into 0x എന്താ 0. അപ്പോൾ e raised to 0 എന്നും പറഞ്ഞ് വരും രണ്ടാമത്തെ അവിടെ. ദറ്റ് ഈസ് 1/2 പൈ ഇൻറ്റു ഇന്റഗ്രൽ 0 to pi e raised to 0 dx if n equal to 0. e raised to 0 1 ആണല്ലോ. മറ്റേ എടുത്ത് ഇന്റഗ്രൽ 0 to pi e raised to minus I n x dx അതെന്ത് വരും? e raised to minus I n x by minus I n limited from 0 to pi if n not equal to 0 and e raised to 0 1 ആണല്ലോ. അപ്പോൾ 1/2 പൈ ഇൻറ്റു ഇന്റഗ്രൽ 0 to pi 1 dx ദാറ്റ് ഈസ് minus 1/2 pi I n e raised to minus 1/2 pi I n e raised to minus I n pi minus e raised to 0. അതായത് ഇവിടെ കോൺസ്റ്റൻറ്റേ എല്ലാ ലിമിറ്റ് കൊടുക്കുന്നതിന് മുന്നേ എല്ലാ കോൺസ്റ്റൻറ്റും പുറത്തെടുക്കുക. ഇവിടെ പുറത്തൊരു കോൺസ്റ്റൻറ്റ് 1/2 പൈ ഉണ്ട്, പിന്നെ അകത്തും ഒരു കോൺസ്റ്റൻറ്റ് minus 1/i n ഉണ്ട്. അത് പുറത്തെടുക്കുമ്പോൾ minus 1/2 പൈ I n ആവും. ഇവിടെ കോൺസ്റ്റൻറ്റ് മൊത്തം പുറത്തെടുക്കും minus 1/2 പൈ I n ആവും. എന്നിട്ട് അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള 5 കൊടുക്കണം. അപ്പോൾ e raised to minus I n pi മൈനസ് ലോവർ ലിമിറ്റ് ആയിട്ടുള്ള 0. അപ്പോൾ e raised to 0 അത് കിട്ടിയല്ലോ. ഇനി ഇവിടെ ഇൻ്റഗ്രൽ 1 dx എന്ന് പറയുന്നത് എക്സ് ആണ് അല്ലേ. അപ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? അപ്പർ ലിമിറ്റ് പൈ കൊടുക്കുക, മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുക്കും. അതായത് 1/2 പൈ ഇൻറ്റു പൈ മൈനസ് 0 എന്ന് പറഞ്ഞ് വരും ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കേ, ഫസ്റ്റ് ടൈം എങ്ങനെ വരും? e raised to minus I n pi e raised to minus I n pi നോക്കേ, എന്താ കോസ് എൻ പൈ മൈനസ് സൈൻ എൻ പൈ. കോസ് എൻ പൈ 0 ആണല്ലോ, സൈൻ എൻ പൈ 0 ആണല്ലോ. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? കോസ് എൻ പൈ എന്ന് പറഞ്ഞാൽ എന്താ? -1 raised to n ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ത് കിട്ടും? -1/2 പൈ I n ഇൻറ്റു -1 raised to n മൈനസ് e raised to 0 1 ഇഫ് n നോട്ട് ഈക്വൽ 0. മറ്റേടത്ത് എന്ത് കിട്ടും? 5 മൈനസ് 0. അടുത്തടുത്ത് എന്ത് കിട്ടും? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കും 5 മൈനസ് 0/2 പൈ ഇഫ് n ഈക്വൽ ടു 0. ദറ്റ് ഈസ് -1 raised to n ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. -1 raised to n n ഈവൻ ആവുമ്പോൾ വാല്യൂ 1 കിട്ടും. n ഓഡ് ആവുമ്പോൾ -1 raised to n -1. ഇത് ഈവൻ ആവുന്ന കേസ്, ഇത് ഓഡ് ആവുന്ന കേസ്. അപ്പോൾ എഗെയിൻ ഇവിടെ രണ്ട് കേസ് വരും. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ രണ്ട് കേസ് വരും. അപ്പോൾ n ഈവൻ ആവുന്ന കേസിൽ -1 raised to n എന്താവും മക്കളെ? 1 ആവും. n ഈവൻ ആവുന്ന കേസിൽ -1 raised to n എന്ന് പറയുന്നത് 1 ആവും. അപ്പോൾ അവിടെ എന്ത് വരും? -1/2 പൈ I n ഇൻറ്റു 1 മൈനസ് 1 ഇഫ് n ഈസ് ഈവൻ. n ഓഡ് ആവുന്ന കേസിൽ -1 raised to n എന്ന് പറയുന്നത് -1 ആവും. അപ്പോൾ എന്ത് വരും? -1/2 പൈ I n ഇൻറ്റു -1 ഇഫ് n ഈസ് ഓഡ്. ആൻഡ് n 0 ആവുന്ന കേസിൽ 5/2 പൈ എന്ന് വരും. പൈ മൈനസ് 0/2 പൈ എന്ത് വരും? 5 മൈനസ് 0 5 5/2 പൈ ആണ് ഇഫ് n ഈക്വൽ ടു 0. ഇത്രയും മനസ്സിലായോ? 1 മൈനസ് 1 0, ഇവിടെ 1 മൈനസ് 1 0. അപ്പോൾ ഈ മൊത്തത്തിലുള്ള ടൈം 0 ആയിപ്പോയി. അപ്പം n ഈവൻ ആകുമ്പോൾ 0. ഇനി -1 എന്താ? -2. പുറത്തൊരു കോൺസ്റ്റൻറ്റ് -1/2 പൈ I n ഉണ്ട് ഇഫ് n ഓഡ്. ഈ 5ഉം 5ഉം ക്യാൻസലായിപ്പോയി. n 0 ആകുമ്പോൾ വാല്യൂ എന്ത് കിട്ടും? 1/2. മനസ്സിലായല്ലോ? n 0 ആകുമ്പോൾ വാല്യൂ 1/2 ആണ്. ഈ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണേ. ഇവിടെ -1/2 പൈ I n ഇൻറ്റു -2. ആ 2ഉം 2ഉം ക്യാൻസലായിപ്പോയി. മൈനസും പ്ലസ് ആയി. അതായത് n ഓഡ് ആകുമ്പോൾ വാല്യൂ 1/πi n എന്ന് പറഞ്ഞ് കിട്ടും. അതായത് n-ൻ്റെ വാല്യൂ n 0 ആകുമ്പോൾ 1/2 കിട്ടും. n ഈവൻ ആകുമ്പോൾ 0 കിട്ടും. n ഓഡ് ആകുമ്പോൾ
എ എൻ അല്ല സി എൻ ആണ്. എൻ ഓടാവുമ്പോൾ എന്ത് കിട്ടും? 1/5 IN എന്ന് പറഞ്ഞ് കിട്ടും. അതായത് സി നോട്ട് 1/2 കിട്ടും. അതായത് C2, C-2, C4, C-4 ഇതെല്ലാം 0 വരും. പക്ഷേ C1, C-1, C3, C-3 അങ്ങനത്തുള്ള ടേംസൊക്കെ എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് നമുക്ക് കിട്ടും എന്താണെന്നറിയോ? അപ്പോൾ ആ ഫോമുല അങ്ങോട്ട് എടുത്ത് എഴുതുക. അതിൽ C0 എന്താ? N 0 ആകുമ്പോൾ CN 1/2, അതായത് C0 1/2 കിട്ടും. പ്ലസ് C1 എന്താ? N ഓടാകുമ്പോൾ വാല്യൂ 1/5/N. അപ്പോൾ C1 എന്ത് കിട്ടും? N 1 കൊടുക്കുമ്പോൾ 1/5I × 1, 5I × 1, അതായത് 1/5I എന്ന് പറഞ്ഞ് കിട്ടും. 1/5 × e⁻ix. ഇനി അതേപോലെ C-1 ഓടല്ലേ? അപ്പോൾ അവിടെ C-1 എന്ത് കിട്ടും? ഇവിടെ ഈ ഫോമുലയിൽ എന്നിൻ്റെ സ്ഥാനത്ത് -1 കൊടുക്കുമ്പോൾ 5I × -1, ദാറ്റ് ഈസ് എന്ത് കിട്ടും? 1/-πI എന്നും പറഞ്ഞ് കിട്ടും C-1. പിന്നെ ഇവിടെ ഇൻറ്റു e⁻ix ഉണ്ട്. അതുപോലെ e⁻i3x കണ്ടുപിടിക്കാനായിട്ട് ഈ ഫോമുലയിൽ ഞാൻ 3 കൊടുക്കുക. പിന്നെ C-3 കണ്ടുപിടിക്കാനായിട്ട് ഈ ഫോമുലയിൽ ഇനി -3 കൊടുക്കും. അപ്പം കൊടുക്കുമ്പോൾ നമുക്കത് എങ്ങനെ കിട്ടും? 1/3π × e⁻i3x പ്ലസ് 1/-3πI × e⁻3πix ആണല്ലോ. അപ്പം നോക്കിയേ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇവിടെ വരെ എഴുതിയാലും മതി. ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ വരും. ദാറ്റ് ഈസ് 1/2 പ്ലസ്, അതായത് ചില ടേംസിൽ 5I ഉണ്ട്, 5I കോമൺ ഉള്ള ടേംസ് ഉണ്ട് അല്ലേ? ചില 5I കോമൺ ഉള്ള ടേംസ് ഒക്കെ എടുത്തെഴുതുന്നു. അങ്ങനെ എഴുതിയാലും മതി. ഇവിടെ വരെ എഴുതിയാൽ മതി. ഞങ്ങൾക്ക് ഇനി ഇങ്ങോട്ട് എഴുതുമ്പോൾ കൺഫ്യൂഷൻ ആവും. ഇതൊന്നുമില്ല, ഇത് കോമൺ ഫാക്ടർ എടുത്ത് എഴുതി, അതായത് 1/5I പുറത്തെടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. താണ്ട് ഇവിടെ 1/5I പുറത്തെടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങളിതാ ഇവിടെ വരെ എഴുതിയാലും മതി. ഇവിടെ ഈ ഓരോ ടേമിലും 1/5I ഉണ്ട്. പിന്നെ ഇവിടെ നെഗറ്റീവ് ടേംസ് വരുന്നതുകൊണ്ട് നെഗറ്റീവ് ടേംസിന് ഒരുമിച്ച് 1/5I കോമൺ ആയിട്ട് വരുന്ന നെഗറ്റീവ് ടേംസിന് ഒരുമിച്ച് 1/5I കോമൺ ആയിട്ട് വരുന്ന പോസിറ്റീവ് ടേംസിന് ഒരുമിച്ച് അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ വരെ എഴുതിയാലും മതി. കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കോംപ്ലക്സ് ഫോറിയർ സീരീസും അതിൻ്റെ കോയിഫിഷ്യൻസുമാണ്. അപ്പോൾ ഏത് ഫംഗ്ഷൻ തന്നാലും, പീരിയോഡിക് ഫംഗ്ഷൻ തന്നാലും അതിനെ കോംപ്ലക്സ് ഫോറിയർ സീരീസിൽ എക്സ്പ്രസ് ചെയ്യാം. അതിൻ്റെ കോയിഫിഷ്യൻസും കണ്ടുപിടിക്കാം. അപ്പോൾ ഒന്നും കൂടെ പറയാം. കോംപ്ലക്സ് ഫോറിയർ സീരീസിൻ്റെ ഫോമുല എങ്ങനെയായിരുന്നു? C0 + C1 e⁻ix പ്ലസ് C-1 e⁻ix പ്ലസ് C2 e⁻2ix പ്ലസ് C-2 e⁻2ix പ്ലസ് എക്സെട്ര. അവിടെ CN എങ്ങനെ? 1/2π × -π to π f(x) × e⁻−inx dx. ഓക്കെ.